ഹൈസ്കൂൾ വിഭാഗം ചവിട്ട് നാടകത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച മക്കളാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത്. രാജീവ് ഗാന്ധിയിലെ മിടുക്കരായ കുട്ടികളാണ്. നമുക്ക് ആദ്യം അവരെ ഒന്ന് പരിചയപ്പെടാം. എന്തായിരുന്നു പേര്? ഋതുവർണ്ണ. ഏത് ക്ലാസ്സിലാ? 9th 10th. ക്ലാസ് മറന്നുപോയോ? ഏതാ ക്ലാസ്? 10th. പേര്? ശ്രീനിഹാര. പാർവണേന്ദു 8th, ആൻവി 8th, ദ്യുതി 10th. സാൻവി 10th, മീത്യ 9th, അൻവിത 8th, പാർവതി 9th. ദിയ 9th. അപ്പൊ എങ്ങനെയായിരുന്നു നിങ്ങൾ അധികം ആരും പോവാത്തൊരു വഴിയാണല്ലോ ചവിട്ട് നാടകം എന്ന് പറയുന്നത്. എങ്ങനെയായിരുന്നു നിങ്ങൾ ആ ഒരു വഴിയിലേക്ക് എത്തിയത്? എങ്ങനെയായിരുന്നു? നമ്മൾ 8th പഠിക്കുമ്പോൾ തന്നെ നമ്മളെ സീനിയേഴ്സ് ആയിട്ടുള്ള ചേച്ചിമാർ ഈ ചവിട്ട് നാടകം ഇങ്ങനെ കളിക്കും. നമ്മൾ സ്കൂളിൽ നിന്ന് കുറെ മുന്നേ വർഷങ്ങളിൽ മുതലേ കൊണ്ടുവന്ന ഒരു ആർട്ട് ഫോമാണിത്. അപ്പോൾ നമ്മൾ 9th എത്തിയപ്പോഴാണ് എനിക്കൊരു ഫസ്റ്റ് ചാൻസ് ഇതിലേക്ക് സെലക്ഷൻ കിട്ടിയത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം മത്സരിച്ചു, എ ഗ്രേഡോടെ വന്നു. ഇക്കൊല്ലം വീണ്ടും പുതിയൊരു ടീമായിട്ട് മത്സരിച്ചു, ഫസ്റ്റ് കിട്ടി. വളരെയധികം സന്തോഷമുണ്ട് അതിൽ. കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ് നമ്മൾ ഈ വർഷം ഫസ്റ്റ് വാങ്ങിച്ച് ആ ഒരു വിഷമം നികത്തി. കഴിഞ്ഞ വർഷം സെക്കൻഡ് ആയിരുന്നു, ഈ വർഷം ഫസ്റ്റ് വാങ്ങിയിട്ട് ആ ഒരു എല്ലാ സന്തോഷവും വീണ്ടെടുത്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് ഈ ഒരു 10th-ലാണ് പഠിക്കുന്നത്? അപ്പോ നിങ്ങളുടെ പഠിത്തത്തിനോടൊപ്പം ഈ ഒരു കലയും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ? നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ സ്കൂളിലേക്ക് പോകുന്നത്, അതിൻ്റെ ഒപ്പം ഇത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കുഴപ്പമില്ലാണ്ട് പോവാ. ക്ലാസ് ഒക്കെ കട്ടാകുന്നുണ്ട്, എന്നാലും കവർ ചെയ്തെടുക്കാൻ ഇനി സമയമുണ്ടല്ലോ. ഇത് ഇപ്പോ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം പിരീഡ് അങ്ങനെ കട്ടാക്കാറില്ല. പ്രാക്ടീസിന് ഇറങ്ങിയാൽ തന്നെ രാത്രി അങ്ങനെ പഠിത്തത്തിനായിട്ട് കുറച്ച് ടൈം മെനക്കെടും. അങ്ങനെ രണ്ടും ഈ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് സാധാരണ. നൈറ്റ് പ്രാക്ടീസ് ഒക്കെ ചെയ്യാറാണ് നമ്മൾ. അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ടാണോ? ക്ലാസ് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ആരായിരുന്നു പഠിപ്പിച്ചത്? രാജു ആശാൻ എന്ന് പറഞ്ഞൊരു ആശാന്, പിന്നെ ആശാന്റെ കുറച്ച് ശിഷ്യന്മാര്, ഋതുനാട്ടെ, ആദിത്യോട്ടെ. അപ്പൊ അവര് ഫുൾ സപ്പോർട്ടായിട്ട് നിങ്ങൾ? പിന്നെ ടീച്ചേഴ്സ് ആയാലും സ്കൂളിൽ ബാക്കി എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ടീച്ചേഴ്സ് ആയാലും എല്ലാ ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഇത് കൊണ്ടുപോകാനും പ്രാക്ടീസിന് വേണ്ടിയിട്ട് നിൽക്കാനും, ലേറ്റ് നൈറ്റ് ഒക്കെ ആകുമ്പം നമ്മളെ കൂടെ നിൽക്കാനും, നമുക്ക് എനർജി തരാനും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? ഇപ്പൊ ഭയങ്കര എനർജറ്റിക് ആയിട്ട് കളിക്കേണ്ട ഒരു കാര്യമാണല്ലോ ഇത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റേജിൽ അവതരിപ്പിച്ചപ്പോ? ടെൻഷൻ ഉണ്ടേനു, കളിക്കാൻ പറ്റുമോന്നുണ്ടേനു. പക്ഷെ ഇത്രയും കാലം ഈ ഒരു നിമിഷത്തിന് വേണ്ടി പ്രാക്ടീസ് ചെയ്ത് അപ്പൊ അത് അവിടെ ഇടാൻ പറ്റുന്ന മാക്സിമം എഫേർട്ട് ഇട്ട് റിസൾട്ട് കിട്ടി. എങ്ങനെയായിരുന്നു? ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു? ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. ചില ടീമെല്ലാം നല്ല ഇതുണ്ടായിരുന്നു, കിട്ടുന്ന ഒരു ടെൻഷൻ ആയിരുന്നു. പക്ഷെ ഓക്കെ, അപ്പൊ കിട്ടി. ഇനി സ്റ്റേറ്റ് ലെവലിലേക്ക് പോവാണ്. എങ്ങനെ ഉണ്ടാവും? അവിടെയും നല്ല ഫസ്റ്റ് തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സ്റ്റേറ്റ് ലെവലിലും ഫസ്റ്റ് തന്നെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾക്ക് ഇവരുടെ മത്സരങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടതാണ്. നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഒന്ന് ബാക്കൗട്ടേക്ക് സ്കിപ്പ് ചെയ്ത് നോക്കിയാൽ ഇവരുടെ ആ മിന്നും പ്രകടനം നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് അത്രയും നല്ല മനോഹരമായ രീതിയിലാണ് ഓരോ കുട്ടികളെയും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത്രയും മനോഹരമായിട്ടാണ് അവരെല്ലാവരും തന്നെ അവതരിപ്പിച്ചത്. അവരുടെ ഇപ്പോൾ ഒരു റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അവരിപ്പോൾ ഉള്ളത്. അങ്ങനെയും ക്ഷീണിതരായിട്ടായിരുന്നു ആ ഒരു സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നത്.